സൗന്ദര്യവർദ്ധനയെക്കുറിച്ച് ആലോചിക്കുന്ന പലരും ആദ്യം തന്നെ അന്വേഷിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ എന്ന വാക്കിനെ പറ്റിയാണ്. ഇന്നത്തെ കാലത്ത് ഗ്ലൂട്ടാത്തയോൺ ഉപയോഗം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുമുണ്ട്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗ്ലൂട്ടാത്തയോൺ വീണ്ടും പ്രചാരം നേടുകയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 27 നടിയും മോഡലുമായ ഷെഫാലി ജരിവാല മരിച്ചതിന് പിന്നാലെയാണ് ഗ്ലൂട്ടാത്തയോൺ വീണ്ടും വ്യാപകമായി ചർച്ചയാകുന്നത്. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ഷെഫാലി ആന്റി ഏജിംഗ് ചികിത്സ നടത്താറുണ്ടെന്നും വിറ്റമിൻ സി, ഗ്ലൂട്ടാത്തയോൺ എന്നിവ ഉപയോഗിക്കാറുണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു. ഇവ ഉപയോഗിച്ചതാണോ ഇവരുടെ മരണത്തിന് കാരണമെന്നായിരുന്നു ഉയർന്ന സംശയം. മരണകാരണം വ്യക്തമല്ലെങ്കിലും ആന്റി ഏജിംഗ് ചികിത്സയിലെ പിഴവാണോ എന്ന സംശയം പോലീസിനുണ്ട്. ഇതോടെ ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കുന്നവരിൽ ആശങ്കയേറിയിട്ടുണ്ട്. ഒപ്പം ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ ആഗ്രഹിച്ചിരുന്നവർ ഇതിനെക്കുറിച്ച് കൂടുതലായി സെർച്ച് ചെയ്തിറങ്ങുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ എന്താണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് നോക്കാം. ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും സ്വാഭാവികമായി കാണുന്ന ഒരു ആന്റി ഓക്സിഡന്റാണ് ഗ്ലൂട്ടാത്തയോൺ. കരളും നാഡീകോശങ്ങളുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനാണ് ഗ്ലൂട്ടാത്തയോൺ പ്രധാനമായും ഉപയോഗിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ലിവർ ഡീടോക്സിഫിക്കേഷനും ഗ്ലൂട്ടാത്തയോൺ സഹായകമാണ്. മെലാനിന്റെ അളവ് കുറയ്ക്കാനും ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പോഷകാഹാരക്കുറവ് മൂലവും പാരിസ്ഥിതിക വിഷാംശം കൊണ്ടും സമ്മർദ്ദം കൊണ്ടുമൊക്കെ പ്രായത്തിനനുസരിച്ച് ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ സാധാരണയായി കുറയാറുണ്ട്. ഇതിന്റെ വർധനയ്ക്കായാണ് പലരും ഇന്ന് സപ്ലിമെന്റുകളും ഇഞ്ചക്ഷനും എടുക്കുന്നത്. ഇതിൽ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷനുകളാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. എന്നാൽ ഈ ഗ്ലൂട്ടാത്തയോൺ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം. പലർക്കും പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നാച്ചുറലായി ഗ്ലൂട്ടാത്തയോൺ ലഭിക്കുന്നത് ആരോഗ്യകരമാണെങ്കിലും ഇത് കൃത്രിമമായി ഉപയോഗിക്കുന്നത് അത്ര ആരോഗ്യകരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കാണ് കൂടുതൽ തിക്തഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇവയുടെ സുരക്ഷിതമായ അളവിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ഇപ്പോഴും പരിമിതമാണ്. അതിനാൽ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കാൻ പാടില്ല. ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷനുകളുടെ ദൈർഘ്യമേറിയ ഉപയോഗം നിരവധി അപകടങ്ങൾ വരുത്തിവെച്ചേക്കാം. ഇവയുടെ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ക്രീമുകൾ കാരണം അലർജി, ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അമിതമായ ഉപയോഗം കരളിനെയും ബാധിച്ചേക്കാം. അതുപോലെ തന്നെ ഇവയുടെ ഉപയോഗം നിർത്തിയാൽ ത്വക്കിന്റെ നിറം വീണ്ടും മങ്ങിയേക്കും. അതിനാൽ തന്നെ ഇത്തരം അപകടകരമായ ട്രീറ്റ്മെന്റുകളിലൂടെ അല്ലാതെ നാച്ചുറലായി ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഉയർത്താൻ സാധിക്കും. ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി. സൾഫർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് ഇതിന് ആദ്യം വേണ്ടത്. ഇതിനായി ഉള്ളി, വെളുത്തുള്ളി, ബ്രസൽസ് മുളകൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ വിറ്റാമിൻ സിയും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം. ഇത് ചർമ്മത്തിന്റെ നിറവും ഘടനയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. സിട്രസ് പഴങ്ങൾ, കിവി, സ്ട്രോബെറി എന്നിവ വിറ്റമിൻ സിയുടെ മികച്ച ഉറവിടങ്ങളാണ്. സെലിനിയവും ഗ്ലൂട്ടാത്തയോൺ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതിനാൽ നട്ട്സ്, മുട്ട, മത്സ്യം എന്നിവയും കഴിക്കണം. അതുപോലെ തന്നെ പഠനങ്ങൾ പ്രകാരം ഉറക്കക്കുറവ് ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ആരോഗ്യകരമായ ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് നിലനിർത്തുന്നതിന് നല്ല ഉറക്കവും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒപ്പം പതിവായി വ്യായാമവും ശീലമാക്കണം. വിട്ടുമാറാത്ത സമ്മർദ്ദം ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് ഒഴിവാക്കാനായി ധ്യാനം, യോഗ തുടങ്ങിയ വ്യായാമങ്ങളും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാം. ഇങ്ങനെ നാച്ചുറൽ വഴികളിലൂടെ ഇവ ശരീരത്തിൽ എത്തിക്കുന്നത് തന്നെയാണ് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്നത്. സൗന്ദര്യവർദ്ധനവിന് കൃത്രിമ വഴികൾ തേടി ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവണത ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.